എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, മാഞ്ഞാലിക്കാരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാട്ടാ. മാത്രമല്ല നമ്മുടെ ചാനലേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതെ ഇതിനായിട്ട് നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരി എടുക്കാം, അതുപോലെ തന്നെ കൈമ റൈസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടേ ഒരു അരമണിക്കൂർ ഇതേപോലെ ഒരു വെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇനി അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതേ ഇവിടെ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ട്ടോ. ഇനി ഉണ്ടല്ലോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ഈ ചിക്കനെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ അതിനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേവാൻ പാകത്തിന് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ഒന്ന് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതേ ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ പീസിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ അതിലുണ്ടാവുന്ന ആ സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ്റെ, അതിനും ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതേ ഈ ഒരു പാനിലേക്ക് തന്നെ സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ അതേ ചിക്കനൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇതേ ഇവിടെ ഫ്രൈ ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇതിൻ്റെ 2 ഭാഗവും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിനവിടെ നിന്നൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ സവോളയാണ് വളരെ നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2.5 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഒന്ന് ചതച്ചത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി 1 ടീസ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 2 ചെറിയൊരു തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്, അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും സവോളയൊക്കെ ഇനി നന്നായിട്ട് തന്നെ എന്താ പറയുക വഴഞ്ഞ് റെഡിയായി വരണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അതേ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതേപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇതും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഇതിലൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്കുണ്ടല്ലോ നല്ല വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക 1 കപ്പ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എന്താ പറയുക സവോളയൊക്കെ നന്നായിട്ട് കുറുകി റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ എന്താ പറയുക മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെയ്യൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അത്രയും ചേർത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി സവോള വളരെ നൈസായി അരിഞ്ഞതാണ് കേട്ടത്. അത് ചേർത്തിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് സവോള, ഇത്രയും സവോള മതി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാട്ടോ. ഇനി ഇതിലേക്ക് തന്നെ ഉണ്ടല്ലോ മെയിനായിട്ട് ആവശ്യമുള്ളതാണ് കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഇല്ലേ, ഈ ഒരു ക്യാരറ്റ്. അപ്പം ഞാനിവിടെ ഒരു കപ്പോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതും ചെയ്തെടുത്താലും മതി. ഇനി തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇനി കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്തിട്ട് അതിലേക്ക് എല്ലാ സ്പൈസസും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞെടുത്താലും മതി. അതും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു എണ്ണയിലും അതുപോലെ തന്നെ ആ നെയ്യിലും കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഇതൊന്ന് തിളയൊക്കെ വന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ റൈസ് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതേ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ റൈസിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതതിൻ്റെ അടിയിൽ കുറച്ചും കൂടി ഒന്ന് കറക്റ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതേ നമുക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ അതേ കുറച്ച് മല്ലിയില, അപ്പോൾ ഇത്രയും മല്ലിയിലയൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് കുറച്ച് നെയ്യ്, 1 ടീസ്പൂണോളം നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. അതിന് ശേഷം ഉണ്ടല്ലോ ഇതിനൊക്കെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയ്യടി സവോളയൊക്കെ ഉള്ള എല്ലാതും അതുമ്പോൾ പിടിച്ചിട്ട് നല്ലൊരു മണം ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിന്നോളി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ അതേ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിതേ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. മാത്രമല്ല അത് വളരെ എന്താ പറയുക, അരിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.